ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി കണ്ടു നോക്കാം. ചിക്കൻ കക്കം എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളുമാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാനിവിടെ പാലപ്പമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പാലപ്പം അതല്ലെങ്കിൽ നെയ്ച്ചോറ് അതല്ലെങ്കിൽ പൊറാട്ട, അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാ പീസ് തന്നെയാണ്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതുണ്ടല്ലോ, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ഏത് പാനിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്കൊരു 3 സവാള, മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഉള്ളി സവാള ഒന്നും വഴറ്റിയെടുക്കുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ വലിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളിയും അതുപോലെ ഒരു 2 പച്ചമുളകും ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ 2 എടുത്തത്, 3 4 ഒക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത്രയും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ പിച്ചിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുക കേട്ടോ വേണ്ടത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ തിരുമ്പി എടുക്കണം. മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അത്രയും അളവിൽ എടുക്കണ്ട കേട്ടോ. അത് കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ തിരുമ്പി എടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ ചിക്കനും ഇതിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കാം. ഒരുപാടൊന്നും ആക്കണ്ട. നമ്മൾ ഈ ചിക്കൻ കുക്കായി വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അത് തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ച് നല്ല തിളച്ച് വരുന്ന ഒരു സമയമായപ്പോൾ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. അത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് തിക്കാക്കി എടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ മാത്രം, ഈ ഗ്രേവി ഒന്നും പെടാതെ, ഈ സവാളയും അതൊന്നും പെടാതെ ചിക്കൻ മാത്രം ആ ഒരു പാനിൽ നിന്ന് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വലിയൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ പാൻ എടുത്തത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നമുക്കിത് എത്രത്തോളം വെളിച്ചെണ്ണ വേണോ അതിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ തിരിച്ചിട്ട് 2 സൈഡും ഈ ഒരു ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. നമുക്കിതിന് ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ സവാള വഴറ്റി ടൈം എടുക്കേണ്ട അതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു ഗ്രേവി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഗ്രേവി അപ്പോൾ വല്ലാണ്ട് വറ്റി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് സ്റ്റേജിൽ. പിന്നെ കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലല്ല, നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ടാക്കില്ലേ, ഒരു നീളത്തിലുള്ള ഇലയായിട്ട്. നിങ്ങളുടെ ആരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, ആർക്കെങ്കിലും മനസ്സിലായവരുണ്ടെങ്കിൽ. ഡ്യൂപ്ലിക്കേറ്റ് മല്ലിയില അതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മല്ലിയില വാങ്ങിച്ചത് വീട്ടിലുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ആ സൈഡിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് പാലപ്പത്തിൻ്റെ കൂടെയാണ് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് പത്തിരിക്ക ആയാലും ഒക്കെ യൂസ് ചെയ്യാം ഈ ഒരു കോമ്പിനേഷൻ. പിന്നെ നിങ്ങൾ നമ്മുടെ FBയിലൂടെയാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവർ പ്ലീസ് പേജ് കൂടെ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്